ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ഇന്നത്തെ വിഷയമാണ് സലൂൺ മാനേജ്മെൻറ്റ്. ഒരു സലൂൺ ബിസിനസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പ്രധാന കാര്യങ്ങളാണ് സലൂൺ മാനേജ്മെൻറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഉപഭോക്തൃ സേവനം, ജീവനക്കാരുടെ പ്രവർത്തനം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ പെടുന്നു. ഇനി നമ്മൾ ഉപഭോക്തൃ സേവനം എന്നാൽ എന്ത് എന്നുള്ളത് നോക്കാം. നമ്മളുടെ ഉപഭോക്താക്കൾ, നമ്മളുടെ ക്ലയൻസ്, കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ അവർക്ക് എത്രമാത്രം കാര്യക്ഷമമായി എന്നും പരിഗണിക്കേണ്ടതാണ് ഉപഭോക്തൃ സേവനം. കൂടാതെ ജീവനക്കാരുടെ പ്രവർത്തനം, എപ്പോഴും ജീവനക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ജീവനക്കാരെ, ബിഹേവിങ് സ്പിരിറ്റ് ഉള്ള ജീവനക്കാരെ നോക്കി മാത്രം നമ്മുടെ സലൂണിലേക്ക് തിരഞ്ഞെടുക്കുക. അല്ല, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല കറക്റ്റായിട്ട് ജോലി ചെയ്യും, പക്ഷേ അവരുടെ ബിഹേവിങ് ഒട്ടും മോശമാണ് എങ്കിൽ പോലും നമ്മളുടെ സലൂൺ സർവീസാണ് കൊടുക്കുന്നത്, നമ്മളൊരു സെയിലിംഗ് അല്ല. അപ്പോൾ സർവീസ് ചെയ്യാൻ സന്നദ്ധരാകുന്നവരെല്ലാവരും നല്ല ബിഹേവിങ്ങും കൂടി ഉള്ളവരായിരിക്കണം. ആ രീതിയിലുള്ള സ്റ്റാഫിനെ മാത്രം നമ്മൾ പരിഗണിക്കുക. മൂന്നാമത്തതാണ് സാമ്പത്തിക കാര്യങ്ങൾ. സാമ്പത്തിക കാര്യങ്ങൾ എന്നാൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ മുതൽ നോക്കണം. ഒരു സലൂൺ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് എത്ര രൂപ വേണം, അതിൻ്റെ എക്യുപ്മെൻറ്റ്സിന് നമ്മൾ എത്ര രൂപ മുടക്കണം, കൂടാതെ ടൂൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങിക്കുന്നതിനായിട്ട് നമ്മളുടെ ബജറ്റിൽ എത്ര രൂപ ഉണ്ട്, ഇതെല്ലാം നോക്കി കണക്കാക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ബജറ്റായിരിക്കണം നമ്മളുടെ സലൂൺ തുടങ്ങാൻ ആവശ്യമായിട്ട് വരേണ്ടത്. അതാണ് സാമ്പത്തിക കാര്യങ്ങൾ. സലൂൺ മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. അതിലൊന്നാണ് അപ്പോയിൻമെൻറ്റ് മാനേജ്മെൻറ്റ്. ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മുൻകൂട്ടി സമയം നിശ്ചയിക്കണം. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന കസ്റ്റമർക്ക് ഇപ്പം ഒരു 3 മണിക്ക് വരാം എന്ന് പറഞ്ഞാൽ 3 to 3:30 വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും സാർ, അല്ലെങ്കിൽ മാഡം, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വരണം. ആ സ്ലോട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. കൂടാതെ ജീവനക്കാരുടെ സഹകരണം, ജീവനക്കാരുടെ ഷെഡ്യൂളുകൾ ക്രമീകരിക്കുക, അവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള സേവനങ്ങൾ വിഭജിച്ച് നൽകുക. ഒരാൾ സ്കിന്ന് മാത്രം അറിയുന്നവരായിരിക്കണം, അവർക്ക് സ്കിൻ കെയറിങ് കൊടുക്കുക. സലൂണിൽ കുറച്ച് ഹെയർ അറിയാം, കുറച്ച് സ്കിൻ അറിയാം എന്ന് പറഞ്ഞു വരുന്ന ജീവനക്കാരുണ്ടെങ്കിൽ അവരുടെ എബിലിറ്റി, എത്രമാത്രം എബിലിറ്റി ഏത് സർവീസിലാണുള്ളതെന്ന് നമ്മൾ ആദ്യം തന്നെ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ആ സർവീസ് അവർക്ക് കൊടുക്കുക. കൂടാതെ ബിസിനസ് വളർച്ച, സലൂണിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക, ഉൽപാദനക്ഷമത, കൂടാതെ കൂടുതൽ ആഴത്തിൽ വരുന്ന ബിസിനസ് പഠിക്കാൻ നോക്കുക. സലൂൺ മാനേജ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണെന്ന് അതും കൂടെ ഞാനൊന്ന് പോയിന്റ് ഇട്ട് പറഞ്ഞു തരാം. ഒന്നാണ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പ് ഉപയോഗം. രണ്ടാമത്തതാണ് സ്റ്റാഫ് മാനേജ്മെൻറ്റും പരിശീലനവും. മൂന്നാമത്തതാണ് ബിസിനസ് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. ഇത് മൂന്നും നിങ്ങൾ പരിചയിക്കുക. ഒരു സലൂൺ തുടങ്ങാൻ, അല്ലെങ്കിൽ സലൂൺ മാനേജർ, അല്ലെങ്കിൽ സലൂൺ മാനേജ്മെൻറ്റ് ചെയ്യാൻ ആവശ്യം വരുന്നവർ എല്ലാവരും സ്വീകരിക്കേണ്ട മാർഗങ്ങളാണ് ഇത്രയും. ഓക്കെ.